വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ വാട്ട് ഈസ് ദ ലോ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി എന്നുള്ളത് ശ്രദ്ധിക്കണം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. NOC കട്ട് ചെയ്യേണ്ട വിധത്തിലുള്ള യാതൊരു വിഷയവും ഈ സ്കൂളിൽ നടന്നിട്ടില്ല. സോ ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് ടു സ്റ്റെപ്പ് ബാക്ക് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഹി ഹാസ് മെയ്ഡ്. എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ഇപ്പൊ പുതിയ CBSE അഫിലിയേഷൻ പോളിസി പ്രകാരം NOCയുടെ ആവശ്യമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOCയുടെ ആവശ്യമില്ല CBSE അഫിലിയേഷന്. അത് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് ദെൻ റിഗാർഡിംഗ് ദ NOC കട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഭീഷണിപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിൽ നിന്നുണ്ടായി സ്കൂൾ മാനേജ്മെന്റിനോട്. NOC സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇഷ്ടമുള്ളപ്പോൾ കട്ട് ചെയ്യാനുള്ളതല്ല. എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട, നിയമത്തിന്റെ വഴിക്ക് പോകും. ഒന്ന്, ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട് കുട്ടിയോ രക്ഷിതാവോ സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശമാണ്. ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല. ഒരു കുട്ടിയുടെ അവകാശം, അവരെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. MGR ಪಾತ್ರಕ್ಕೆ, ಶಿವಾಜಿಯ ಪಾತ್ರಕ್ಕೆ, ರಜನಿಯ ಪಾತ್ರಕ್ಕೆ, ಕಮಲ ಪಾತ್ರಕ್ಕೆ, ಉನ್ನ ಮರೆಯವ್ರ ನಡಿಗನ ಪಾತ್ರದ ಎಲ್ಲಡ